യുദ്ധങ്ങള് മനുഷ്യ മനസ്സിൽ നിന്ന് തുടങ്ങിയതിനാൽ അവിടുന്ന് തന്നെ സമാധാന ശ്രമവും ആരംഭിക്കണം എന്നത് ഐക്യരാഷ്ട്രസഭ വരെ അംഗീകരിച്ച ഒരു തത്വമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നമ്മൾ പൂച്ചെടിയാണ് നട്ടു വളർത്തുമെങ്കിൽ ഈ ഭൂമിക്ക് സുഗന്ധം പരത്തുന്ന സൗന്ദര്യം തുളുമ്പുന്ന ഒരു പൂന്തോപ്പായി മാറും. മുൾച്ചെടികളാണ് നട്ടു വളർത്തുന്നതെങ്കിൽ അത് നമ്മെ തന്നെ കുത്തിമുറിവേൽപ്പിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി കൊണ്ട് നമുക്ക് കൂടുതൽ വർഷങ്ങൾ ജീവനോടിരിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ കടന്നുപോകുന്ന ഓരോ വർഷത്തെയും ഇന്ന് നമുക്ക് സജീവമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രശ്നം എങ്ങനെ ആയുസ് നീട്ടിക്കിട്ടാം എന്നതല്ല, ഉള്ള ആയുസ് എങ്ങനെ ജീവിക്കണം, എന്തിനു ജീവിക്കണം എന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താതെ ആർക്കും സംതൃപ്തവും സന്തോഷപൂർണമായ ജീവിതം നയിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും വളർച്ചാ നിരക്ക് കണക്കാക്കുന്നത് ആ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം വെച്ചാണ്. എന്നാൽ ഇത് ശരിയായ വളർച്ചയുടെ അളവുകൾ ആകുന്നില്ല എന്ന് ഇന്ന് ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക പുരോഗതി വളർച്ചയുടെ ഒരു ഘടകം മാത്രമാണ്. സാമ്പത്തിക പുരോഗതി കൊണ്ട് മാത്രം മനുഷ്യന് സംതൃപ്തി കിട്ടുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കണം. സന്തോഷത്തിനും സംതൃപ്തിക്കും പണം മാത്രം പോരാ, സംസ്കാരവും മൂല്യങ്ങളും അവിടെ നമുക്ക് വേണം. അല്ലെങ്കിൽ അത് ശവത്തിന് മേക്കപ്പെടുന്നത് പോലെ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ജീവിക്കുന്നു, പക്ഷെ ഉള്ളിൽ നിറയെ ദുഃഖവും, കാണാൻ നല്ല മേക്കപ്പും സാരിയും അല്ലെങ്കിൽ നല്ല കൂടിയ വാച്ചും ഒക്കെ ഇട്ടുകൊണ്ടെല്ലാം നടക്കും. പക്ഷെ ഉള്ളിലേക്ക് നോക്കുമ്പം അവർ ആത്മഹത്യ ചെയ്യാൻ ഡേറ്റ് വരെ കുറിച്ച് വയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വരുന്നു, കെട്ടിപ്പിടിച്ച് ദർശനം കൊടുക്കുന്നു, അവർ പരസ്പരം മുത്തം കൊടുക്കുന്നു. പക്ഷെ അവർ സൈഡിലേക്ക് മാറ്റിയിട്ട് അവരുടെ ജീവിതം കേൾക്കുമ്പോൾ പരസ്പരമുള്ള കുറ്റങ്ങൾ പറയുന്നു, വിഷമിക്കുന്നു. അമ്മ എനിക്ക് ഉറക്കമില്ല, ഞാൻ ഉറക്കഗുളി കഴിച്ചാണ് ഉറങ്ങുന്നത്, ഭയങ്കര ടെൻഷനാണ്, ഇത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ്, ഒരു സംശയങ്ങളും മറ്റുള്ളതും. എപ്പോൾ ഉറക്കം കൂടിയില്ല, ഉറക്കഗുളി കഴിച്ചു. ഭൗതികമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പുറത്ത് എയർ കണ്ടീഷൻ കെട്ടുന്ന പോലാണ്. അമ്മ പറയുമല്ലോ, അതിൽ കിടന്ന് ഉറക്കഗുളി കഴിച്ച് ഉറങ്ങുന്നവരുണ്ട്, ഉറക്കം കിട്ടാതെ ഉറക്കുന്നിട്ട് ഇതില്ല, അതിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വസ്തുവാണ് സന്തോഷം കൊടുത്തെങ്കിൽ അതങ്ങനെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ മനസ്സിനെ എയർ കണ്ടീഷൻ ആക്കുന്ന തത്വമാണ് ഈ സംസ്കാരവും മൂല്യങ്ങളും. നമ്മൾ റോഡിൽ ഉണ്ടാക്കിയിട്ട് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ്. ഇഷ്ടത്തിന് വണ്ടി ഓടിച്ചാലോ നമ്മളാരും ഒന്നും ജീവിച്ചിരിക്കില്ല. കാരണം എനിക്ക് മുമ്പേ എന്നാണ് ആ നിയമങ്ങൾ അനുസരിക്കാതെ പോയാൽ. അതിനൊരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തെ അനുസരിക്കാണ്ട് പോകുമ്പോൾ അവന് മുമ്പേ പോകണമെന്ന് പറയുമ്പോൾ എനിക്ക് മുമ്പേ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പോയാൽ മുമ്പേ തന്നെ ചത്തിയത്ത് പോകും. സംസ്കാരവും മൂല്യങ്ങളെന്ന് പറയാൻ അത് നമ്മൾ സിമെന്റ് കെട്ടുന്ന ഗോപുരം പോലെയാണ്. മറ്റു ചുമ്മാതെ കട്ട വെച്ച് കെട്ടുന്ന പോലെയാണ്. ചുമ്മാതെ വെച്ച് അത് ഒരു കാറ്റത്ത് മറിഞ്ഞു വിടാം. അതിനൊരു മൂല്യമുണ്ടെങ്കിൽ ആ ഒരു കെട്ടുറപ്പുണ്ട്, കുടുംബത്തിന് സ്നേഹമുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്, മറ്റവൻ്റെ ദുഃഖം കൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. എല്ലാ ദിവസവും പുതിയ കമ്പ്യൂട്ടറും കൈഫോണും ഒക്കെ ഇറങ്ങുന്ന കാലമാണിത്. ഒരു ഫോൺ വെച്ച് തന്നെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യുകയും ചെയ്യാം. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ ഉപകരണങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കണം. നമ്മൾ സൃഷ്ടിച്ച യന്ത്രങ്ങൾക്ക് നമ്മൾ തന്നെ അടിമയാകാൻ പാടില്ല. ഇപ്പോൾ പലരും ഇൻ്റർനെറ്റും മൊബൈൽ ഫോൺ തുടങ്ങിയവയിൽ അടിമകളാണ്. കുട്ടികൾ ഇത് വെച്ച് നോക്കി ഡിപ്രഷനിലേക്കായി, പഠിക്കുന്നില്ല പല കുട്ടികളും. ലഹരി കഞ്ചാവ് കുടിച്ച് ഡിപ്രഷനായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പം ഈ മൊബൈൽ ഫോൺ വെച്ചിട്ട് നോക്കി പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല, മാനസിക രോഗമാണ്. കൂടുതലും കുട്ടികൾക്ക് മാനസിക രോഗം എപ്പോഴും ഇങ്ങനെ കൂടുതലും കാണുന്നു. കഞ്ചാവ് അടിച്ചൊരു ഭാഗം ചെറുപ്രായത്തിന് ആത്മഹത്യ ചെയ്യുന്നു കുട്ടികൾ കഴിച്ചിട്ട്. ഇപ്പം ഇതും ആത്മഹത്യയിലേക്ക് അവരെ കൊണ്ടുപോകും. ഇവരുടെ സാധനത്തിൽ നിന്ന് മോചനം നേടാനുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ പല രാജ്യത്തിലും തുടങ്ങിയിട്ടുണ്ട്. സാങ്കേതിക വളർച്ചയോടൊപ്പം മനസ്സിന്റെ പക്വത കൂടെ വളരണം. അല്ലെങ്കിൽ ഗുണത്തേക്കാൾ ദോഷമാണ് സംഭവിക്കുക എന്നത് എത്രയോ പേരുടെ അനുഭവത്തിൽ കൂടി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവയിൽ നിന്നും ഒരു രീതിയിലുള്ള സുഖം അനുഭവിക്കുന്നത് ശരി തന്നെയാണ്.
അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുമല്ലോ. എന്നാൽ അതിന് വലിയ വിലയാണ് പിന്നീട് നൽകേണ്ടി വരുന്നത്. എന്നാൽ ബാഹ്യലോകത്തു നിന്നും പൂർണ്ണമായ ആനന്ദം നേടാനുള്ള ശ്രമം വിപുലമാണ്. നമ്മൾ തേൻ നുകരാനായി നിരന്തരം ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചെന്നിരിക്കുന്നതോ കടലാസ് പുഷ്പങ്ങളിലാണ്. കടലാസ് പുഷ്പത്തിന് തേൻ്റെ മാധുര്യം ഒരിക്കലും നുകരാൻ കഴിയില്ല. ഇതുപോലെ ലോക വസ്തുക്കളിൽ നിന്നും ശാശ്വതമായ ആനന്ദം അനുഭവിക്കാൻ പ്രയാസമാണ്. ആനന്ദം ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. നമുക്ക് തന്നെ പ്രത്യക്ഷത്തിൽ കാണാല്ലേ, പട്ടി എല്ലിടിക്കുന്ന കാണാം. അതിനെ കടിച്ചും പോണ്ട കീറി രക്തം വരും. അതിനെ നക്കി ഇരിക്കുകയാണ്. പിന്നെ ബോധം കെട്ടി വീഴുന്ന കാണും. കാരണം എല്ലാ ചോര അത്ര എറ്റിപ്പോയി. പിന്നെ മനസ്സിലാകുന്നത് എല്ലാം നല്ല തൻ്റെ മോണകീറി വന്ന രക്തം നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വസ്തുവിലല്ല ആനന്ദം നമ്മുടെ ഉള്ളിലാണ്.